ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷം കാണുകയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്നൊന്ന് പുറത്ത് പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിനൊരാഗ്രഹം, അവൻ പറയുന്നത് ഒരു ദിവസമേ ഉള്ളൂ, സൺഡേ മാത്രമേ ഉള്ളൂ ഓഫെന്ന്, അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പം അവൻ അക്ഷയാണല്ലോ വരുന്നത്. അപ്പം വന്നിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോവാം. അപ്പം ഒരു പ്ലാനിങ്ങും ഒന്നുമില്ലാതെ ഞങ്ങൾ 4 പേരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൻകോവിൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് റീഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി ഫുൾ ടാങ്കൊക്കെ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് യാത്ര തിരിക്കാമെന്ന് കരുതി അങ്ങനെ യാത്ര തിരിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോന്നിയാണ്. കോന്നിയിൽ എങ്ങനെയെങ്കിലും കോന്നിയിലെത്തണം. അവിടുന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടുന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ കോന്നിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോന്നിയിലെത്തിയിട്ട് നമുക്ക് ആരോടും വഴി ചോദിക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലേലി വഴിയാണ്, കല്ലേലിയിലാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസുള്ളത്, അപ്പം നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ആ വഴിയാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറ്റോ ഇല്ലയെന്ന് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. നമ്മൾ കണ്ണിൽ കാണുന്നതിനേക്കാളും വേറൊന്നുമില്ല, ഒന്നിനും ഭംഗിയില്ല. ഫോണിലൂടെ ആയാലും ഇത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നൊന്നും അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം കാണാൻ പറ്റുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. എന്നാലും പക്ഷെ ഒരുപാട് ടെൻഷനുണ്ട് ഗൈസ്. കാരണം വഴി തെറ്റുമോ? ഞങ്ങൾക്ക് വഴി തെറ്റി അവസാനം തെറ്റിതാണ്ടെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയയുടെ കോന്നി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയയുടെ ചെക്ക് പോസ്റ്റിന് 1 കിലോമീറ്റർ മുമ്പായിട്ട് നമ്മൾ വന്ന് നിന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ലെന്ന് അവിടുത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രജിസ്റ്ററിനകത്ത് ഫോണ് നമ്പർ, അഡ്രസ്സ്, വന്ന വാഹനങ്ങളുടെ 2 നമ്പർ എഴുതിയിട്ട് നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആചാരങ്ങളും എല്ലാം നമുക്ക് അതിനകത്ത് കാണാം. കുറേ അമ്പലങ്ങളും അതിൽ ഉത്സവങ്ങളും എന്തൊക്കെയോ വിശേഷങ്ങൾ നടക്കുന്നതായിട്ടാണ് കണ്ടത്. എന്നും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് തന്നെ ചൂസ് ചെയ്ത് വരുന്നത്. അപ്പം അതൊക്കെ താണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോകുമ്പം ഒരുപാട് അതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു. ഒരുപാട് കാടും മലയും ഒക്കെ. ഈ പറഞ്ഞറിയിക്കണ്ടല്ലോ, വഴി ഓഫ് റോഡേഴ്സിന് പറ്റിയ വഴിയാണ് ഗൈസ്. ഒന്നും പറയാനില്ല. വണ്ടി ടെസ്റ്റ് ചെയ്യണോ നേരെ കൊണ്ടുപോരെ. ഓഫ് റോഡിന് പറ്റിയ ടെറൈനാണ്. സോ എൻ്റെ വണ്ടിക്ക് ഇത് ഒരുപാട് സഫർ ചെയ്തു. ഞാൻ എൻ്റെ വണ്ടി അങ്ങനെ ഒരുപാട് റെഫ്യൂസൊന്നും ആക്കാത്ത ഒരാളാണ്. ഏകദേശം 5 വർഷത്തോളമായി എൻ്റെ വണ്ടി എടുത്തിട്ട്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ഇത്രയും കിട്ടുന്ന ഒരു സന്തോഷം, ഹാപ്പിനെസ്സൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ഒരു വട്ടമെങ്കിലും എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ ഗൈസ്. നമ്മൾ 2ാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിനുള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അച്ചൻകോവിൽ റൂട്ടിന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്പസമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. റോഡ് ഒരുപാട് മോശമായിട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമില്ല, കാടിലൂടെയുള്ള റോഡാണ്. സോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന സമയവുമാണ്. നൈറ്റ് വളരെ റിസ്ക്കാണ്. കാരണം രാവിലെയാണ് ഞങ്ങളീ പോകുന്നത്. കണ്ടില്ലേ, ക്രോസ് ചെയ്തിട്ട് മലയുടെ മുകളിലോട്ട് കയറുന്ന അപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവുകയും അവിടെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പോകുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു 12 മണി ആ ടൈമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടേണ്ട വന്നിട്ടില്ല. നമ്മൾ മൃഗങ്ങളെയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ വീഡിയോയ്ക്കായിട്ട് എടുത്തിട്ടുമില്ല.
കുറച്ചുകൂടെ മുമ്പോട്ടൊക്കെ പോകുമ്പം റോഡ് ഇതിനേക്കാൾ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയായാലും സർവൈവ് ചെയ്തേ പറ്റൂ. കാരണം കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡല്ല, ഒരു നോർമൽ റോഡിലേക്ക് എത്താമെന്നാണ് വിഷ്ണു ബ്രോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് സ്വാമിമാരെയൊക്കെ കണ്ടു, നമ്മളോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ഹെൽപ്പ് ചോദിക്കേണ്ടത്. കാരണം ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഓരോ സ്വാമിമാരെയും അല്ലെങ്കിൽ മനുഷ്യർ നടന്നു പോകുമ്പോൾ എന്ന് കാണുമ്പോഴാണ് ഒരാശ്വാസം. ഇതിലേക്കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയിലായിട്ട് തന്നെ ഉള്ളിലൊരു ഭയമുണ്ട്. എന്നാൽ 4 പേരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത്. സോളോ റൈഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം രാവിലെ പോവുക. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരുപാട് കിലോമീറ്റർ, അപ്രോക്സിമേറ്റ് ഒരു 25 to 30 കിലോമീറ്റേഴ്സ് നമ്മൾ റൺ ചെയ്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു പ്ലേസ് കണ്ടിട്ട് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി കാഴ്ചകളൊന്ന് കണ്ടു നോക്ക്. ജസ്റ്റ് എന്നാ വൈബുള്ള സ്ഥലമാണെന്ന് നോക്കിയേ, ഒന്നും പറയാനില്ല. ചിരിപ്പി. ഒരു വീക്കെൻഡ് ഇത്രയും പീസ്ഫുള്ളാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും നമ്മൾ ഫോണിലൂടെ അല്ലെ നിങ്ങൾ വീഡിയോ കൂടെ കാണുന്ന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, അത് വേറെ ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം. വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, കാരണം അതൊക്കെ ഒരുപാട് റിസ്ക് ആയിരിക്കും. നമ്മൾ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്, അവന്മാരൊക്കെ ഫോട്ടോഷൂട്ടിലാണ്. ആൾക്കാരൊക്കെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ദയവായി ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കുക. നമ്മൾ തന്നെ പൊല്യൂട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷവും. സോ മാക്സിമം പ്ലാസ്റ്റിക്കൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അങ്ങനൊന്നും ഉണ്ടാവരുത്. നമ്മൾ അയ്യവാ ഇവിടുത്തെ നമ്മൾ ഭംഗിയായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ കുറേ ഫാമിലീസ് വന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരനോട് വഴിയൊക്കെ ചോദിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള കുംഭാവുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കുംഭാവുരുട്ടി വാട്ടർഫാൾസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാണേണ്ട ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ടിക്കറ്റ് എടുക്കണം. നമ്മൾ 2 വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നല്ല ക്യൂ ആണ്, ഒരുപാട് ആൾക്കാർ വന്ന് മറിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരിക്കലും മറക്കരുത്, ഫോണിനൊന്നും റേഞ്ച് കാണത്തില്ല. ഒരു പ്രൊവൈഡേഴ്സിനും ഇവിടെ നെറ്റ്വർക്കിംഗ് ഭയങ്കര മോശമാണ്. എന്നാൽ നിങ്ങളാകെ ടെൻഷനൊന്നും ആകണ്ട. അവിടെ BSNLൻ്റെ ഒരു ലാൻഡ് ഫോൺ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഹെൽപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കും. പിന്നെ നമ്മൾ മുമ്പോട്ട് നടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കണം. ഞാനാകെ ടയേർഡാണ്, എന്നാലും നമുക്ക് നോക്കാം. ഒന്നും പറയണ്ട. പെർ ഹെഡ് 65 റുപ്പീസ് വെച്ചായിരുന്നു ടിക്കറ്റ്. നമ്മൾ മൊത്തം 4 പേരുണ്ടായിരുന്നു. കാശ് കൊടുത്തിട്ട് എക്സസൈസ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു സിറ്റുവേഷനായി പോയി. ഒന്നും പറയണ്ട, ഒത്തിരി നടക്കാനുണ്ട് ബ്രോ. ഒരുപാട് കയറ്റവും ഒരുപാട് ഇറക്കവും കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് വാല്യൂ ആകുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. കാരണം ആൾമോസ്റ്റ് ഇപ്പോൾ നല്ല ഹീറ്റാണ്, ക്ലൈമറ്റൊക്കെ നല്ല ഹീറ്റാണ്. വെള്ളം നല്ല കുറവാണ്, വെള്ളം ഒരുപാട് കുറവാണ്. ശോകം ആവുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫോറസ്റ്റ് ഗാർഡൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എക്യുപ്മെൻസൊക്കെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് പോയേക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി ആ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ക്ലോസിൽ പോയി നോക്കിയിട്ട് നമുക്ക് എന്തോ അവിടെ ഉള്ളേ ഈ കാണാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ അതാ ഫൈനലി ഗായ്സ്, ഇതാ വെള്ളച്ചാട്ടം. നല്ല കുറവാണ്, അങ്ങനെ ക്ലോസ് റേഞ്ചിൽ നമുക്ക് പോയി നോക്കാം.
ചെറിയ റോക്കൊക്കെ ഒരുപാടുണ്ട്. എൻ്റെ മോനെ എന്താ വ്യൂ! ഇനിയും കയറണം. ആൾക്കാരൊക്കെ കുളിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ തുള്ളിച്ചാടി പോവാണ്. നമുക്കും എനർജി വേസ്റ്റ് ആക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ അതോ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. എല്ലാവരുടെയും സ്റ്റാമിന നല്ല വീക്കായി. എൻ്റെ ആൾമോസ്റ്റ് ഞാൻ ഡെഡായി എന്ന് വേണേൽ പറയാം. വോയിസ് എല്ലാം എക്സ്ട്രീംലി വീക്കായിട്ടുണ്ട്. ഓക്കെ, വീക്കായാലും വേണ്ടിയില്ല, ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടു നോക്കുക. ഹായ്, വാലി ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു വട്ടമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് ഫാമിലീസ് വന്ന് ഒരുപാട് എല്ലാവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പം നമുക്കും ഒരു സന്തോഷമാവും. എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിർത്തിയിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇനി എന്താകുമെന്ന് അറിയില്ല. ഇവിടെ ഇന്ന് നല്ല ചൂട് സഹിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം വെള്ളത്തിൽ നിന്നപ്പം ഒരാശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരെ നമ്മൾ തെങ്കാശി വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തെങ്കാശിയിലൂടെ ഒന്ന് കറങ്ങി തമിഴ്നാട്ടിലോട്ട് കയറിയിട്ട് പോയി ആ വഴി കറങ്ങി പോകാനാണ് നമ്മുടെ പ്ലാൻ. സോ നമ്മൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കോന്നിയിൽ നിന്ന് അച്ചൻകോവിലോട്ടുള്ള ഡീപ്പ് ഫോറസ്റ്റിൽ കൂടെ ഉള്ള വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. സോ നമ്മൾ തെങ്കാശിയിലുള്ള ഇവിടെ നല്ല ബ്ലോക്കാണ്. ഒരുപാട് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്രോപ്പറായിട്ട് നമ്മൾ ഷൂസ്, ഹെൽമെറ്റ്, അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റെങ്കിലും നമ്മൾ വേറെ ചെയ്യണം. സോ അതിൽ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാനേ പാടില്ല. മറിഞ്ഞ് വീഴാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് കോണേഴ്സൊക്കെ വരുമ്പോൾ നല്ല സ്ലിപ്പറി ആയിരുന്നു. എന്നാലും ഞങ്ങളൊരു മിനിമം കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി അവൻ്റെ ആഗ്രഹമെല്ലാം നമ്മൾ സാധിച്ച് എല്ലാവരും മാറിയും തിരിഞ്ഞും തുരുതുരാ ഫോട്ടോ എടുത്ത് ഞാനും എടുത്തേ, അത് വേറെ കാര്യം. എന്നിട്ട് നമ്മളിവിടുന്ന് ഡാമിലോട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഡാമുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടേച്ച് നമുക്ക് തിരിക്കാമെന്ന് കരുതിയിട്ട് ഡാമിലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. ഇടതും വലതും നല്ല മനോഹരമായിട്ടുള്ള കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. അതിന് നേരെ നോക്കിയ ഗൈസ്, ഒരുപാട് സൗന്ദര്യമുള്ള ഒരുപാട് മലകൾ. ആ വ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ല, നല്ലതാണ്. മനസ്സിനും ആയാലും എന്തായാലും നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കും. പൈസയിലല്ല കാര്യം. ഈ ട്രിപ്പ് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കൊണ്ടുപോയത് തന്നെ. ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡാമും കൂടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പം നമുക്ക് ഡാമും കൂടെ ഒന്ന് കണ്ടേക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പം ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. ഇതിന് ഇവിടെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, ഒന്നും കൂടി കഴിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങിയതാണ്. കടകളോ കാര്യങ്ങളോ ഒന്നും കാണുമോ എന്നൊന്നും അറിയത്തില്ല. കയറാൻ പറ്റുവാണെങ്കിൽ കയറും, അല്ലെങ്കിൽ തിരിച്ചു പോവും. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടതിലും നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി വെളിയിൽ നിന്ന് എല്ലാ വ്യൂവും കണ്ട് ആസ്വദിച്ചു. കാരണം ഡാമിൻ്റെ മുകളിലോട്ട് കയറാനുള്ള എനർജിയും കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് പൊള്ളുന്ന വെയിലായിരുന്നു അവിടെ. സോ ഇനി താങ്ങൂല, കാരണം എനർജി മൊത്തം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് 130 കിലോമീറ്റേഴ്സ് ബാക്കിലോട്ട് ഓടി പോകേണ്ടതാണ്. നമ്മൾ വന്ന വഴിയൊന്നുമല്ല പോകുന്നത്, തെങ്കാശി റൂട്ടാണ് പോകുന്നത്. തെങ്കാശി ടു തെന്മല റൂട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് വണ്ടി ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ടായിരുന്നു. സൗന്ദര്യം ആസ്വദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജസ്റ്റ് ഒന്ന് ആകാശത്തോട്ട് നോക്കിയതാണ്. വണ്ടി കയ്യിൽ നിന്ന് പോകാൻ തലനാഴരൊക്കെ എന്തായാലും രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സോ എന്താണ് അച്ചൻകോവിൽ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയാം.
പിന്നെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് പോരായ്മകളുണ്ടെന്നും അറിയാം. അതൊക്കെ ക്ഷമിക്കുക. വോയിസ് ഓവറിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രത്യേകിച്ച് മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. സോ അതെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. മാക്സിമം സപ്പോർട്ടാക്കാൻ നോക്കുക. പിന്നെ വേറൊന്നുമില്ല. ഇനി ഇതേ കണക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് തിരികെ വരുന്നതായിരിക്കും. നമ്മളിതാ സെങ്കോട്ട വരെ എത്തിയിട്ടുണ്ട്. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗായ്സ്, ബൈ.